ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായി നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. മോർണിംഗ് പ്രെയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകി. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അനവധി ഈ പകലിൽ ഞാനും നിങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യങ്ങളുണ്ടായേക്കാം. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണ് എങ്കിൽ ഏത് പ്രതികൂലത്തെയും നമുക്ക് നിസ്സാരമായിട്ട് അതിജീവിക്കുവാനായിട്ട് കഴിയും. അത് ദൈവം വെളിപ്പെടുത്തിയതായ ഒരു യാഥാർത്ഥ്യമാണ്. അനവധി ആളുകൾ ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കാൾ, പ്രതികൂലങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവകൃപയിൽ ആശ്രയിച്ചു, പ്രാർത്ഥനയോടെ ചുവടുവെച്ചു. സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഇരിക്കുവാനിടയായി. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ അവയിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഒരു പ്രതികൂലവും ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്കൊന്ന് ദൈവത്തെ വിശ്വസിക്കുവാൻ ഇടയായിത്തീരട്ടെ. 21-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹത്താൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നന്മയുടെ അനുഗ്രഹത്താൽ നീ അവനെ എതിരേറ്റു. ആമേൻ. ദാവീദിനെ നന്മയുടെ അനുഗ്രഹത്താൽ എതിരേറ്റിയൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇടയച്ചൊരക്കനായി വനാന്തരത്തിൽ ഒതുങ്ങേണ്ടിയിരുന്ന ദാവീദിനെ ഇസ്രയേലിൻ്റെ മധുര ഗായകനാക്കി മാറ്റിയത്, ഇസ്രയേലിൻ്റെ ശക്തനായൊരു രാജാവാക്കി മാറ്റിയത്. നന്മയുടെ അനുഗ്രഹത്താൽ ഒരുവനെ സ്വർഗത്തിലെ ദൈവം എതിരേറ്റാൽ അവൻ എത്രത്തോളം ഉയരുമെന്നുള്ളത്, ആമേൻ, എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്, ആമേൻ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോ, ആമേൻ, മുൻകൂട്ടി എത്രയെത്ര ചിന്തിച്ചാലോ അതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറമായിരിക്കും അത്. അതേ പ്രിയമുള്ളവരെ, ഒരുവനെ ദൈവം അനുഗ്രഹിക്കാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അതിനോട് എതിർക്കാൻ ഒരാഭിചാരത്തിനോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു വെല്ലുവിളിക്കോ, ഒരു ദുഷ്ടവ്യാപാരത്തിനോ ഒരു നാളും കഴിയത്തില്ല. നന്മയുടെ അനുഗ്രഹത്താൽ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്നെയും എന്നെയും എതിരേറ്റു വരുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പകലിൽ വിശ്വസിക്കുക, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുക, നന്മയുടെ അനുഗ്രഹത്താൽ അവൻ നിന്നെ എതിരേറ്റു വരുന്ന ഒരു പകലാണ് ഇന്ന് പകൽ. ആമേൻ. പൈശാചിക വ്യാപാരം നിന്നെ എതിരേറ്റു വരുന്നതിനേക്കാൾ, ആമേൻ, കടം കൊടുക്കുവാനുള്ളവർ നിന്നെ എതിരേറ്റു വരുന്നതിനേക്കാൾ മുന്നമേ നന്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ കർത്താവ് നിന്നെ എതിരേറ്റു വരുമെന്ന് ഈ നിമിഷമൊന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിലടച്ച് ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകലിൽ ഒരുപാട് പ്രതികൂലങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ആ പ്രതികൂലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്,
ആ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പ്രഭാതയാമത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുകയാണ്. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കൈകളിലേക്കും ദാസ്യമാരുടെ കണ്ണ് യജമാനത്തിയുടെ കൈകളിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. പിതാവേ, ആമേൻ, ഞങ്ങൾക്ക് മറുപടി നൽകണമേ. പിതാവേ, ആമേൻ, നന്മയുടെ അനുഗ്രഹത്താൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒന്ന് എതിരേറ്റു വരണമേ. പ്രഭാതത്തിൻ്റെ ഈ യാമം മുതൽ ആമേൻ, ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങുവാൻ കട്ടിലേക്ക് കടന്നു പോകുന്ന ആ സമയം വരെ ഇന്ന് പകലും രാത്രിയിലും ഒരു വലിയ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ആമേൻ ഇടങ്ങളിൽ, ഞങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ, ആമേൻ, ഞങ്ങളോട് സംസാരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ, ആമേൻ, ഞങ്ങളുടെ തല കുനിയാൻ എൻ്റെ ദൈവമോടൊന്ന് അനുവദിക്കരുത്. ഒരു നിന്ദാവിഷയമായി തീരാൻ എൻ്റെ ദൈവമോടൊന്ന് അനുവദിക്കരുത്. എല്ലാം പ്രതികൂലമാണെങ്കിലും ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നന്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെയൊന്ന് എതിരേറ്റു വരണമേ. നന്മയുടെ അനുഗ്രഹത്താൽ ഇന്ന് കർത്താവ് നിന്നെ എതിരേറ്റു വരുന്ന ഒരു പ്രഭാതമായി ഈ പ്രഭാതം മാറുകയാണ്. ഒരു നിമിഷം നമുക്ക് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നന്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ദൈവം എന്നെ എതിരേറ്റു വരും. അതെ, ഈ പ്രഭാതത്തിൽ നന്മയുടെ അനുഗ്രഹത്താൽ ദൈവം എന്നെ എതിരേറ്റു വരും. വീണ്ടും പറയുക, ആവർത്തിച്ച് പറയുക, ഹൃദയത്തോട് പറയുക. ആമേൻ. പിശാച് കേൾക്കെ വിളിച്ചു പറയുക, നന്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ദൈവം എന്നെ എതിരേറ്റു വരും. ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ചില കരുതലുകൾ, ചില നിറവുകൾ എന്നെ എതിരേറ്റ് എൻ്റെ കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കത്തോടെ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. ശമനിയ, ഹദുനിയ, രഗദനിയ, രബൗധനിയ, റഹമാനിയ, സൈധ്വനിയ, രഗദനിയ, വൈഷമാനിയ, സൈദൽ ഭൗഡ ജനംഭര സുയാന്ധുനി, റുഹേ ഭിയര സിയദല രബൗഷഹരമസി, ഔഷമാസിയാന്ധനിയ രബൗധനിയ രഗമാനിയ, റുഗബൗ രഹസ്യാന്ധേനിയ രഗമാനിയ, റുദോലോ റുബോനിയ സൈധ്വനി, ഔഷമാസിയാദല രബൗഷഹരമാസി, അർഘമാനിയ സിയത്തല രബൗധല രഗമാനി സൈദനിയ, ഓ റബാലിയസി റഹമാനിയ സുയാന്ധനിയ റഹമാനിയ, റുഹേ ഭാരിയ സിയധല റബ ശിഹാരമാസിയാന്ധനിയ റബൗധനി, റുഹമാനിയ സൈദൽ ഭൗഡ ജനം ഭരസി, ഔഷമാനിയ സൈധ്വനി രഖേമ സൈധോനിയാന്ധേനിയ റഹമാനിയ സൈധ്വനിയ രഗദനിയ, ഉരബലബലബ ദുരമനബലബലബ ശംഭാരബലബലബ രഗബാരബലബ ദുരമാനഗടഗദേ അടകമന ജുദനിയ രഗദനിയ രബൗധനിയ രഖമാനിയ സൈധ്വനിയ രഖമാനിയ റബലബോ ദുരമനോ സൈധ്വനോ രഹേമാ സുയാന്ധനി റുഹേ ഭാരിയ സുയഥല റബ. ഈ സന്ദേശം കേൾക്കുന്ന, എന്നോടൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആമേൻ. നന്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ദൈവം അവരെ എതിരിടുന്ന, അവരോട് എതിരെ കടന്നു ചെല്ലുന്ന, അവരെ ഫേസ് ടു ഫേസ് എൻ്റെ കർത്താവ് ഇറങ്ങി അവരെ എതിരേറ്റു ചെല്ലുന്ന ഒരു പ്രഭാതമായി, പകലായി ഈ പകൽ മാറട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയാകട്ടെ. പിതാവേ, അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നന്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ കർത്താവ്, ആമേൻ, അങ്ങയുടെ മക്കളെ എതിരേറ്റു ചെല്ലണമേ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, മാനിക്കപ്പെടട്ടെ, ഉയർത്തപ്പെടട്ടെ. ഇന്ന് പകൽ ഒരു അനുഗ്രഹത്തിൻ്റെ പകലാകട്ടെ. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവനാമം മഹത്വമെടുക്കും. ദൈവനാമത്തിന് മഹത്വം വരുമാറ് ഒരു ദൈവപ്രവർത്തിക്ക്
പ്രാർത്ഥനയ്ക്കായി പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.